അധികം ലഭിച്ചവരിൽ നിന്ന് അധികം ചോദിക്കും, അധികം ഏൽപ്പിക്കപ്പെട്ടതിൽ നിന്ന് അധികം കർത്താവ് ആഗ്രഹിക്കും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവനേക്കാൾ നന്നായി പ്രാർത്ഥിച്ചു, മറ്റുള്ളവനേക്കാൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് സംതൃപ്തിപ്പെടാറുണ്ട്. അത് മണ്ടത്തരാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിക്കോ. അധികം ലഭിച്ചവരിൽ നിന്ന് അധികം കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ മിനിമമായിട്ട് ചെയ്തു പോകാനല്ല, മാക്സിമം ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന അധികമായിട്ട്, നിനക്ക് അത്ര ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് നീ ചെയ്തു കൊടുക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു വൃക്ഷം വെക്കുമ്പോഴായാലും ചെടി വെക്കുമ്പോഴായാലും അതുപോലെ നമ്മുടെ മക്കളിൽ നിന്നായാലും നല്ലത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ നോക്കി താരതമ്യപ്പെടുത്തരുത്. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് ഇവരെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഒരിക്കലും ചിന്തിച്ച് സംതൃപ്തിപ്പെട്ട് ജീവിക്കരുത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് മറ്റുള്ളവരെ നോക്കി ഞാൻ അവരെക്കാൾ നന്നായിട്ട് പള്ളിയിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചിന്തിച്ച് നമ്മൾ ജീവിതം അവസാനിപ്പിക്കരുത്. മാക്സിമം ചെയ്യണം. കാരണം ദൈവം നമ്മിൽ അധികം തന്നിട്ടുണ്ടെങ്കിൽ അധികം ആഗ്രഹിക്കും. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കൊരു ചിന്തയുണ്ട്, അവരെക്കാൾ കുറച്ച് കൂടുതൽ ഞാൻ പള്ളിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, അവരെക്കാൾ കൂടുതൽ സമയം കൊന്ത ചെല്ലണുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ഞാൻ സുഹൃതങ്ങളിൽ പോകുന്നുണ്ടല്ലോ. അത് നമ്മുടെ ഉള്ളിലൊരു പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രലോഭനമാണ്. നമ്മിൽ നിന്ന് അധികമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അധികം തന്നിട്ടുണ്ടെങ്കിൽ അധികം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളതൊന്ന് വിചാരിച്ച് ഇനി കൂടുതൽ വേണ്ട, എനിക്ക് കുറച്ച് മതി കേട്ടോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മതി എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൽ നിന്ന് പിശുക്ക് കാണിക്കുകയും വേണ്ട. നമ്മിൽ നിന്ന് അധികം ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു മിനിമം കൊണ്ട് ഓട്ട അടയ്ക്കുമെന്ന്. ഈ ഓട്ട മിനിമം കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് കർത്താവിൻ്റെ കൂടെയാകുക, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ദിവസവും എൻ്റെ മാക്സിമം എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ഒരിക്കലും മറ്റുള്ളവനെ നോക്കി താരതമ്യപ്പെടുത്താതിരിക്കുക. ആ താരതമ്യം മണ്ടത്തരമാണ്. അച്ഛനൊരിക്കലും നിങ്ങളെ നോക്കി താരതമ്യപ്പെടുത്തരുത്. അച്ഛൻ ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ്. അവരെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെക്കാൾ നന്നായിട്ട് ജപമാല ചെയ്യുന്നുണ്ട്, അങ്ങനെ ഞാൻ താരതമ്യപ്പെടുത്തിയ കാര്യമോ. എൻ്റെ താരതമ്യം നിങ്ങളായിട്ടല്ല. അതെങ്ങനെയാണ് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇവിടെ ആയിരിക്കുന്ന സിസ്റ്റേഴ്സിന് താരതമ്യം ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരെ നോക്കിയിട്ടല്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ താരതമ്യം അപ്പനെ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ വീട്ടിൽ അമ്മായിമ്മേനെ നോക്കിയിട്ടല്ല, മക്കളുടെ താരതമ്യം മാതാപിതാക്കളെ നോക്കിയിട്ടല്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ താരതമ്യം ചെയ്തിട്ടുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം, കൂടുതൽ കൊടുക്കാൻ, മാക്സിമം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.